ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവലുണ്ട കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഈ അവലുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് അവല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒരു 2 സെക്കൻഡ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കതിലേക്ക് 1 കൈപ്പിടി കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പിനാണ് 1 കൈപ്പിടി കാഷ്നട്ട് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട. അത്യാവശ്യം അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു കപ്പ് അവലെടുത്തത് കൊണ്ടാണ് ഞാൻ 1 പിടി കാഷ്യൂനട്ടും ഒരു 3-4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് അതിൻ്റെ അളവ് മാറ്റി കൊടുക്കണം. അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പൗഡറാക്കി എടുക്കണം. നിങ്ങൾക്ക് ഈ കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബദാം, പിസ്ത അങ്ങനെ അതൊക്കെ തന്നെ റോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനോട് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുക, പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 4 നിങ്ങളുടെ മധുരം അനുസരിച്ച് ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 5 ടീസ്പൂൺ ചേർക്കുമ്പോൾ നമുക്ക് ഒരുപാട് മധുരമൊന്നും വരത്തില്ല. ആവശ്യത്തിന് നമുക്ക് കറക്റ്റ് ഒരു മധുരേ വരത്തുള്ളൂ. ഒരു 2 സെക്കൻഡ് മതി. 2 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇളം ചൂടുള്ള പാലാണ്. ഇളം ചൂടുള്ള പാലും കൂടി ചേർത്ത് എല്ലായിടത്തും ഒന്ന് നനവ് വരുന്നത് വരെ പാല് കൊടുക്കുക. ഒരു 1/4 കപ്പ് കുറവാണ് പാല് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു നല്ല ഉണ്ടയാക്കി അത് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ പാല് ചേർത്ത് എടുക്കുമ്പോൾ അത് കുറേ ദിവസമൊന്നും വെക്കാൻ പറ്റത്തില്ല. മാക്സിമം 1 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഉണ്ട ഉണ്ടാക്കിയത് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കാനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ യൂസ് ചെയ്തും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. അത് കുറച്ച് ദിവസം നമുക്ക് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾക്കിവിടെ ഇതിങ്ങനെ കൈവച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നല്ലൊരു ചെറിയ ചൂടോടെ നന്നായിട്ട് ഉണ്ടയാക്കി എടുക്കണം.
ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നെല്ലാം വിട്ട് വരുമ്പം വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാവുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.